ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിഡ്നിയിലെ ഡാർലിംഗ് ഹാർബറാണ്. ബിജു വല്യമണ്ണിലാണ് ഈ മനോഹരമായ ദൃശ്യം നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2014 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. പ്രിയമുള്ളവരെ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നസ്രയനായ യേശു മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് മനുഷ്യനെ തേടി. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിൽ ബേത്ലഹേമിൽ പിറന്നു. 33.5 വർഷം യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു കർത്താവ് ഒരു യാഗമായി തീരുവാൻ തന്നെത്താൻ സമർപ്പിച്ചു. ഗെത്സമനെ തോട്ടത്തിൽ ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് സന്നിഹിദ്രീം സംഘത്തിലും അതുപോലെ പിലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും കോടതികളിൽ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചു. കുറ്റങ്ങൾ ഒന്നും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രൂശിക്കപ്പെടേണ്ടത് പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ കീറപ്പെട്ടു, ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു, മുൾമുടി ശിരസിൽ ചൂടി, ഭാരമേറിയ ഒരു പച്ച മരക്കുരിശുമായി യേശു ഗോൽഗോഥായുടെ മലമുകളിലേക്ക് കയറിപ്പോയി. തൻ്റെ കാൽക്കരങ്ങൾ ആണികളാൽ അടിക്കപ്പെട്ടു. മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താൻ ക്രൂശിക്കപ്പെട്ടു. അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. യേശു കർത്താവിനെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടാകും. കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. കർത്താവിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കും, സ്വർഗം ലഭിക്കും. വരൂ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.